ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഭയം തോന്നിയെങ്കിൽ വേണ്ട, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. പ്രധാനമായിട്ടും നമ്മൾ മലയാളികൾക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കടുക്, അതുപോലെ മസാലകൾ ഇതെല്ലാം എണ്ണയിലിട്ടൊന്ന് വറുത്താലേ നമ്മളുടെ കറികൾക്ക് ഒരു മലയാളി തനിമ വരും. എന്നും പറഞ്ഞ് നമുക്ക് ഈ ഓയിൽ വലിച്ചു വാരി ഉപയോഗിക്കാനും പാടില്ല. കാരണം കൂടുതൽ ഓയിൽ ആയാലും ശരി നമ്മളുടെ ഫിറ്റ്നസ് ലെവലിനെ അത് അഫക്ട് ചെയ്യും. ആദ്യമേ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കുക്ക് ചെയ്യേണ്ട ഓയിൽ ഒരു ടിന്നിൽ എടുത്ത് വെക്കുക. ഞാനിപ്പോൾ 2 ദിവസത്തേക്കുള്ള ഓയിലാണ് എടുക്കുന്നത്. സോ 30 ഗ്രാമാണ് ഞാൻ എടുക്കുന്നത്. സോ 2 ദിവസത്തേക്ക് ഈ ഒരു എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ കൊണ്ട് വേണം നമ്മളുടെ മുഴുവൻ കുക്കിങ്ങും ചെയ്യാൻ. ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഫാറ്റ് ലോസ് സമയത്ത് ഒരിക്കലും ഓയിലോ അതുപോലെ കോക്കനട്ടോ കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ബിക്കോസ് ഇറ്റ് ഹാസ് ഹൈ കാലറീസ്. നിങ്ങൾക്ക് ലോജിക്കലി ചിന്തിക്കാൻ വേണ്ടി ഞാൻ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഒരു ദിവസം വെറും 15 ഗ്രാം ഓയിലാണ് നിങ്ങൾക്ക് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു കറി, ടേസ്റ്റ് ഉള്ള കറി നിങ്ങൾക്ക് 15 ഗ്രാമിൽ വെക്കാൻ പാടായിരിക്കും. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ട്രൈ ബൾക്ക് കുക്കിംഗ്. മിനിമം 3 ദിവസമെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് 15 × 3 45 ഗ്രാം ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് നല്ല കറികൾ ഉണ്ടാക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചാൽ മതി. ഫിറ്റ്നസിൽ ലോജിക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ലോജിക്കലി ഉള്ള ഫിറ്റ്നസ് ഐഡിയാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ പുതിയ ബാച്ച് ജൂലൈ 10 തുടങ്ങുന്നുണ്ട്. സോ താല്പര്യമുള്ളവർ DM. ചില ആളുകൾക്ക് കറീഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒത്തിരി ഇഷ്ടമല്ല, അവർക്ക് ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ള ആളുകൾ ഫ്രൈ ആയിട്ട് ഉണ്ടാക്കി കഴിച്ചാലും ശരി, നിങ്ങൾ ഡെയിലി അലൗഡ് ആയിട്ടുള്ള ഓയിൽ എത്രയാണോ, നിങ്ങളുടെ കാലറി ഇൻടേക്ക് എത്രയാണോ അതിനുള്ളിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എയർ ഫ്രൈ, ഗ്രിൽഡ് അതുപോലുള്ള ഓപ്ഷൻസ് വെച്ചുകൊണ്ട് വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക.